ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കാതെ ഇതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. കടായി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, അതാണ് ടേസ്റ്റ്. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. ഇത്രയും മതി. ഇനി കുറച്ച് സവാള ചേർത്തിട്ടുണ്ട്. സവാളയും ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട, ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. സവാളയ്ക്കൊന്നും പ്രത്യേക അളവൊന്നുമില്ല. അതേപോലെ തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് തന്നെ ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കരുത്. അല്പം വെളുത്തുള്ളി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഇഞ്ചി കുറച്ച് ചേർക്കുക. സവാള ഇത്രയും വഴന്നാൽ മതി. ഇനി ഏകദേശം 1 മണിക്കൂർ നേരത്തേനെങ്കിലും കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പാണ് ചേർക്കുന്നത്. കുതിർന്നതിന് ശേഷം ഏകദേശം 1/2 കപ്പോളം വരുന്നുണ്ട്. ഇനി കൂടെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക, ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കാബേജ് കൂടെ ചേർക്കുക. കാബേജ് തീരെ പൊടിയായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്, അല്പം വലുപ്പത്തിലാണ്. ആ പരിപ്പ് വേകുന്നതിനോടൊപ്പം തന്നെ കാബേജ് വെന്ത് കിട്ടും. കുറച്ച് കറിവേപ്പിലയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഇതിപ്പോൾ പകുതി വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ആ പരിപ്പൊക്കെ ഒന്ന് സോഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 1.5 തവിയോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വീണ്ടും എല്ലാം ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അതായത് പകുതി വെന്ത് കിട്ടണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി വീണ്ടും തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കണം. ഉപ്പ് ആദ്യമേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വെന്താലും സോഫ്റ്റ് ആകാതിരിക്കും. അതിനാണ് പകുതി വെന്തതിന് ശേഷം ചേർക്കുന്നത്. ഇത് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുമുണ്ട്. ഇനി തീ കുറച്ച് വേണം ഒന്ന് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കാനായിട്ട്. മൂടി വെച്ച് തന്നെ വേവിക്കുക. ഉപ്പ് ചേർന്നത് കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ബാക്കിയോടെ ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്തോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടിച്ച് നോക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കുക്കറിൽ വേകുന്ന പോലെ ഒന്നും വെന്തുടഞ്ഞൊന്നും കിട്ടത്തില്ല. ഇങ്ങനെ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. കൂടെ തന്നെ കാബേജ് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം തേങ്ങ ചേർക്കാനായിട്ട്. തേങ്ങ ഒരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് നേരം ഒന്നും വേകേണ്ട ആവശ്യമില്ല. തേങ്ങ നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇളക്കിയെടുക്കുക. കുറച്ച് സെക്കൻഡ് നേരത്തെ ഇങ്ങനെ ഒന്ന് നിരത്തി വയ്ക്കുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ കാബേജ് തോരന് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. ഈ ഒരു തോരന് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. പ്രത്യേകിച്ച് ആ ഇഞ്ചിയൊക്കെ ചേർക്കുന്ന കാരണം ഉണ്ടല്ലോ, കാബേജിൻ്റെ മക്ക ടേസ്റ്റ് ഒന്നും വരത്തില്ല. ആറിയതിന് ശേഷം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. കാബേജൊക്കെ വെന്തതിന് ശേഷം പരിപ്പൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് കാണുന്നുണ്ട്. പരിപ്പൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു അളവിൽ ചേർക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.